ദില്ലിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട്. അസമിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. റിച്ചർ സ്കെയിലിൽ 5 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉത്തരേന്ത്യയിൽ സമീപകാലത്ത് വലിയ തോതിൽ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ദില്ലിയിൽ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ വടക്ക് കിഴക്കൻ മേഖലയിൽ അസമിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. അബ്ദുൾ റഷീദ് തന്നെ നൽകും അതിൻ്റെ വിശദാംശങ്ങൾ. അബ്ദുൾ റഷീദ്, ഒരു ഭൂചലനത്തിൻ്റെ വാർത്ത കേൾക്കുന്നു. അപകടം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതാണോ? മനു, നിലവിൽ ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് അസമിലെ ഗുവാഹട്ടി മേഖലയിൽ ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായത്. എന്തായാലും ശക്തമായ ഭൂചലനം തന്നെയായിരുന്നു എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും റിക്ടർ സ്കെയിലിൽ തീവ്രത 5 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ 5 to 7 വരെയുള്ള ഭൂചലനങ്ങളൊക്കെ തന്നെയും ശക്തമായ ഭൂചലനം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ നടന്നിട്ടുള്ള ഈ ഭൂചലനം ശക്തമായ ഭൂചലനം ആണെന്ന് തന്നെയാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ആളഭയമോ അല്ലെങ്കിൽ നാശനഷ്ടമോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം അസം എന്ന് പറയുന്നത് നേരത്തെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ഭൂചലനങ്ങൾക്ക് സാക്ഷിയാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ദില്ലിയിലും ബീഹാറിലും ഒക്കെ തന്നെയും ഭൂചലനം ഉണ്ടായിരുന്നു. ഇവിടെയും 4 തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. എന്തായാലും ദില്ലിക്ക് ശേഷം വീണ്ടും വിവിധ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിലൊക്കെ തന്നെയും തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകുമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ 2:30 കൂടി ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.